ഹായ് കൂട്ടുകാരി, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്, നമ്മൾ യൂസ് ചെയ്യുന്ന ജിപേയിൽ വേറൊരു ബാങ്ക് അക്കൗണ്ട് കൂടെ എങ്ങനെ ആഡ് ചെയ്യാൻ സാധിക്കും. ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ആൾ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ജിപേയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് അല്ലാതെ അഡീഷണലായിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് ജിപേയിൽ ആഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനായി ഫസ്റ്റ് നമുക്ക് ജിപേ ഓപ്പൺ ചെയ്യാം. ജിപേ ഓപ്പൺ ചെയ്തതിന് ശേഷം ഹോം പേജിൽ ടോപ്പിലായിട്ട് നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജിൽ ബാങ്ക് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ഈ പേജിൽ ആഡ് ബാങ്ക് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഞാൻ ഓൾറെഡി ഒരു ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആഡ് ബാങ്ക് അക്കൗണ്ട് എന്ന ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ വേറൊരു പേജ് ഓപ്പൺ ആകും. ഇവിടെ നമുക്ക് ബാങ്ക് സെലക്ട് ചെയ്യേണ്ടതാണ്. നമ്മൾ അടുത്തിനി ഏത് ബാങ്ക് അക്കൗണ്ടാണ് ആഡ് ചെയ്യാൻ പോകുന്നത് ആ ബാങ്ക് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഫെഡറൽ ബാങ്കാണ് ആഡ് ചെയ്യുന്നത്. സോ ഫെഡറൽ ബാങ്ക് സെലക്ട് ചെയ്തു. ഇപ്പോൾ വേറൊരു പേജ് ഓപ്പൺ ആകും. നമുക്ക് ബാങ്കിൻ്റെ അക്കൗണ്ട് വെരിഫൈ ചെയ്യുന്നതിനായി ആ ബാങ്കിൻ്റെ ATM കാർഡോ അല്ലെങ്കിൽ നമ്മുടെ ആധാർ കാർഡോ യൂസ് ചെയ്ത് നമുക്ക് അക്കൗണ്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ആധാർ കാർഡാണ് യൂസ് ചെയ്യുന്നത്. സോ ആധാർ കാർഡ് സെലക്ട് ചെയ്യുന്നു. ആധാർ കാർഡ് സെലക്ട് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നെക്സ്റ്റ് പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഈ പേജിൽ നമ്മുടെ ആധാർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. നമ്മുടെ ആധാർ കാർഡിലെ ഫസ്റ്റ് 6 ഡിജിറ്റ് നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. ആധാർ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇനി നെക്സ്റ്റ് പേജിൽ ക്രിയേറ്റ് പിൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ആധാർ കാർഡ് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് ഒരു OTP നമ്പർ റിസീവ് ആകും. ആ OTP നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. അടുത്തതായി താഴെ കാണുന്ന നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ പേജിൽ പുതിയ UPI പിൻ നമ്പർ എൻ്റർ ചെയ്യേണ്ടതാണ്. UPI പിൻ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ഈ കാണുന്ന നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ ഒരിക്കൽ കൂടെ നമ്മുടെ പിൻ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഡൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ അക്കൗണ്ട് ആഡ് ആയിട്ടുണ്ട്. ഈ മെത്തേഡ് യൂസ് ചെയ്താണ് ജിപേയിൽ അഡീഷണൽ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുന്നത്. ഇനി ആഡ് ചെയ്യാൻ പോകുന്ന ബാങ്ക് അക്കൗണ്ടിൽ ATM കാർഡ് ഇല്ലെങ്കിലും നമ്മുടെ ആധാർ കാർഡ് യൂസ് ചെയ്ത് നമുക്ക് അക്കൗണ്ട് ജിപേയിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്